പ്രിൻസിനാണ് താങ്ക് യു പറയണ്ടേ. പ്രിൻസിന്റെ മോഡല് അല്ല, നമ്മുടെ ഫോറിനറെ വളച്ചെടുത്ത ആരാ? അല്ല, പിന്നെ എന്നെയാ വെറുതെ ഡിവോഴ്സിലേക്ക് കൊണ്ടുപോലെ. അലയില്ലാതെ ആഴിവണ്ണം, മുകിലില്ലാതെ വാനിൻ വണ്ണം, മയിലിൻ കഴുത്തിൽ വാഴും വണ്ണം, കുവളை പൂവിൽ കുழைத்த വണ്ണം, ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. രാവിലെ സമയം 7:30 ഇന്ന് നമ്മൾ ഒരു അടിപൊളി സമയം പ്ലാൻ ചെയ്താണ്. ഐ എം ഷുവർ യു ഗൈസ് വിൽ എൻജോയ് ടുഡേസ് വ്ളോഗ്. ഇന്ന് നമ്മുടെ ഫസ്റ്റ് ആയിട്ട് ഒഫീഷ്യലായിട്ട് ഒരു ഫോട്ടോഷൂട്ട് പോലെ ചെയ്യാൻ പോവാണ് നമ്മുടെ ഒരു ഹാപ്പി സ്റ്റോറിലേക്ക് വേണ്ടി. പക്ഷെ അതിലൊരു കുറെ രസകരമായ സംഭവങ്ങളുണ്ടായി. ഫസ്റ്റ് തിങ് എന്താണെന്നറിയോ, നമ്മുടെ ഷോപ്പിൽ ഒരു ഫോറിനർ ഷോപ്പിങ്ങിന് വന്നിരുന്നു ഒരു ഹാപ്പി സ്റ്റോറിൽ. സോ ഇങ്ങനെ പ്രിയ ഇങ്ങനെ ക്യാമറ കൂടെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ആൻഡ് പ്രിയ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എന്നോട് ചോദിച്ചു, നമുക്ക് ആ കുട്ടീനോട് ചോദിച്ചാലോ, നമുക്ക് വേണ്ടി ഒന്ന് മോഡൽ ചെയ്യാവോ, നല്ലതല്ലേ, ലൈക്ക് ഒരു ഫോറിൻ മോഡലൊക്കെ കിട്ടുന്ന. ആൻഡ് ഷീ ലുക്സ് പ്രിറ്റി ഓൾസോ. അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റാഫിനോട് പറഞ്ഞു. ആ സ്റ്റാഫ് പയ്യെ പോയി ആദ്യമേ ആ കുട്ടി ഷോപ്പ് ചെയ്യുമ്പോൾ വെറുതെ സംസാരിച്ച് എവിടെ നിന്നാണെങ്കിൽ നോക്കി നല്ല ഫ്രണ്ട്ലി ഒക്കെ ആയിട്ട് ലാസ്റ്റ് ബില്ല് ചെയ്യാൻ വന്നപ്പോൾ ചോദിച്ചപ്പോൾ ആ കുട്ടി റെഡി. അങ്ങനെ പ്രിയയുടെ ഐഡിയയിൽ നമ്മുടെ സ്റ്റാഫിന്റെ കഴിവ് കൊണ്ട് ജോ ആണ് സംസാരിച്ചത്. ജോന്റെ കഴിവ് കൊണ്ട് ആ ഫോറിനറെ നമുക്ക് ഒരു മോഡലായി കിട്ടിയിട്ടുണ്ട്. അതല്ലാതെ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സും പിന്നെ നമ്മുടെ സ്റ്റാഫും പ്രിയയും അങ്ങനെ എല്ലാവരും കൂടെ നേരിയാനുണ്ട്. സോ ഓൾ ഇൻ ഹൗസും നമ്മുടെ ഫ്രണ്ട്സ് അങ്ങനത്തെ രീതിയിലുള്ള ഒരു സംഭവമാണ്. കിഡിലൻ റീൽസും എല്ലാം നമുക്ക് ഉടനെ ഇൻസ്റ്റാഗ്രാമിൽ കാണാം. അതുപോലെ തന്നെ നിങ്ങൾ ഈ അടി കാണുന്ന ഒരു ഹാപ്പി സ്റ്റോർ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയി ഫോളോ ചെയ്യുക. നമ്മൾ ലൈവ് ഷോപ്പിംഗ് തൊട്ട് ഓൺലൈൻ ഷോപ്പിംഗ് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന അല്ലെങ്കിൽ പേജിലുള്ളൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് അതിൽ ഈ ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഓൺലൈൻ ഷോപ്പിംഗും അവൈലബിൾ ആണ്. സോ ഇപ്പോഴാണ് എനിക്ക് വെറുതെ ഒരു ഐഡിയ കിട്ടിയത്. ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ വെച്ച് നമ്മുടെ ഷോപ്പിന് ഒരു വ്ളോഗ് ചെയ്താലോ എന്ന് ആലോചിക്കുക. ആസ് മോഡൽസ് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ബാക്കി ഡീറ്റെയിൽസ് അവിടെ പോയി പ്രേറ്റ് ഡിസ്കസ് ചെയ്തിട്ട് പറയാം. ഇപ്പോൾ അതൊരു ഐഡിയ ആണ്. ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഗുഡ് അല്ലേ? സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ ഫാമിലി, നമ്മളെ സപ്പോർട്ട് ചെയ്ത സബ്സ്ക്രൈബേഴ്സ് ഒരു ഹാപ്പി സ്റ്റോറിന്റെ മോഡൽസ് ആവുന്നത്. ആരും തുറന്നിട്ടില്ല, എല്ലാരും തുറക്കുന്നതേ ഉള്ളൂ. ഫ്രഷ് ടോസ്റ്റും നമ്മുടെ ഒരു ഹാപ്പി സ്റ്റോർ എല്ലാം തുറക്കുന്നതേ ഉള്ളൂ. മേക്കപ്പ് ഒക്കെ എത്തിയിട്ടുണ്ട്. ആരായിരിക്കും മേക്കപ്പ്? പ്രിയയുടെ ആസ് യൂഷ്വൽ ഫസീലയൊക്കെ എത്തിയിട്ടുണ്ട്. നോക്കട്ടെ അകത്ത് എവിടെ വരെ ആയിരുന്നു. ആ ഫോറിനർ കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. സന്തോഷം നോക്ക് പറ എന്താണ്. അതൊക്കെ പറഞ്ഞു ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞു. അപ്പൊ ഇന്നാണ് നമ്മുടെ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഷൂട്ട് അല്ലല്ലോ ആക്ച്വലി, മറ്റേ ക്രിസ്മസിന് ഞാനും എന്നാലും നമ്മുടെ ഒഫീഷ്യലി നമ്മളൊരു മോഡലിനൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യുന്ന അത് മോഡൽ ഒരു സംഭവമായ ഒരു അത് ഞാൻ ചെറുതായിട്ട് പറഞ്ഞു എങ്ങനെയോ കറക്റ്റ് ടൈമിൽ നമ്മുടെ മുന്നിൽ വന്ന് കറക്റ്റ് ഏരെ വന്ന് മുന്നിൽ നിന്നു. തലേ ദിവസം നമ്മുടെ ഷൂട്ടിലെ തലേ ദിവസം തന്നെ ഞാൻ പറഞ്ഞു കഥ. അപ്പൊ നമ്മൾ അടുത്ത മോഡൽസിനെയും കൂടെ പരിചയപ്പെടുത്താം. ഇതാണോ? ഇതൊന്നും അല്ല. ഈ മോഡലിന് സമയം ഉണ്ടാവുമെന്ന് അറിയില്ല മോഡലിംഗ് ചെയ്യാനൊക്കെ. നമ്മൾ ബാക്കിയുള്ള മോഡൽസിനൊക്കെ ഒരുക്കണ്ടേ, സുന്ദരികളാക്കണ്ടേ എന്നെ പോലെ. അപ്പൊ ഇത് നമ്മുടെ അടുത്ത മോഡലാണ് ദേവു. ഇത് പൂജ പ്രിൻസ്. എല്ലാം നമുക്ക് കോണ്ടാക്ട് വഴി വന്നതല്ലേ? പൂജ പ്രിൻസിന്റെ ഫ്രണ്ടാണ്. ദേവ് നമ്മുടെ മെസ്സേജ് ചെയ്ത് കോണ്ടാക്ട് ചെയ്ത് വന്നതാണ്. ട്വാൻഡ്രോ ആണോ? അല്ല, ട്വാൻഡ്രോ അല്ലേ? ഓക്കെ. അപ്പൊ താങ്ക് യു ഫോർ കമ്മിങ്. ഇനി നമ്മുടെ മറ്റേ വേറൊരു മോഡൽ വരാനില്ലേ? അത് പിന്നെ നമ്മള് കുറച്ച് കഴിഞ്ഞ് വന്നാ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. സംഭവം ബഹുലമായ മറ്റേ ഗ്രാൻഡ് എൻട്രി പോലെ മോഡൽ വരാനുണ്ട്. പിന്നെ നമ്മുടെ മറ്റേ മോഡൽ ഇതാണ് മോഡല്. നിങ്ങൾക്ക് കുറെ പേർക്ക് വഴക്ക് പറയണം എന്നുണ്ടായിരുന്നില്ല നമ്മുടെ മറ്റേ വീഡിയോ കൊളവാക്കിയ ആളിതാണ് ആശിഷ്. പക്ഷെ ഇനി നമ്മുടെ ഫുൾ ടൈം നമ്മുടെ കൂടെ കാണും. പുറത്തിറങ്ങാൻ പറ്റൂല. അപ്പൊ ഇന്നത്തെ റീൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആശിഷിനെ നിങ്ങൾ നേരിട്ട് തെറി വിളിക്കുക കേട്ടല്ലോ. എല്ലാരും ഇങ്ങനെയൊക്കെ പഠിക്കണത് നമ്മുടെ അടുത്താണ്, നമ്മുടെ മുഖത്താണ് ചെയ്ത് പഠിക്കുന്നത്. നമ്മുടെ അടുത്താണ് ചെയ്ത് പഠിച്ചു വരുന്നേ ഉള്ളൂ ആശിഷ്. അപ്പൊ നിങ്ങളൊന്ന് ക്ഷമിക്കണം. അടുത്ത വർഷത്തേക്ക് ആശിഷ് റെഡിയാവും. അടുത്ത റീൽ റെഡിയാവും. അല്ല ഇപ്പൊ നോക്കിക്കോ, ഷൂട്ട് എന്റെ
ഒരു ഫോട്ടോസ് ഞാൻ പറഞ്ഞു കൊറേ എടുത്തത്. ആ കണ്ട എന്റെ ഒരു ഫുൾ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ഒരു ഫുൾ ഫോട്ടോഷൂട്ട് റീൽ എടുത്തതാ. എന്നിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് പറയാ ഞാൻ കൊറേ നന്നാവാനുണ്ടെന്ന് നമ്മളോട് തന്നെ പറയാ. ചേച്ചി ഞാൻ കുറെ നന്നാവാനുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ഫോട്ടോഗ്രാഫറിന്റെ അർജുനാണ്. ഇവര് ഗ്യാങ് ആണ്. പിന്നെ അർജുൻ ഉള്ളതാണ് ഞങ്ങളുടെ ഒരു ധൈര്യം കേട്ടല്ലോ. ആ കണ്ട സ്വയം അങ്ങനെയാണ് കേട്ടോ. അവൻ നല്ല ടാലന്റഡ് ആണ്. പിന്നെ അപ്പൊ ഫെലിസിറ്റി ആക്ച്വലി ഇന്ത്യയിൽ വന്നത് ബോംബെയില് ഫെലിസിറ്റിയുടെ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിനാണ്. എന്നിട്ടാണ് അങ്ങനെയാണ് കേരളത്തിൽ വന്നത്. അങ്ങനെയാണ് നമ്മുടെ മുന്നിൽ വന്ന് പെട്ട്. ഒരു ഹാപ്പി സ്റ്റോറിൽ ഷീ കേം ടു പർച്ചേസ് യെസ്റ്റർഡേ. വി ആസ്ക്ഡ് ഹർ ആൻഡ് ഷീ ഗ്ലാഡ്ലി വോളണ്ടിയർഡ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ഡൂയിങ് ദിസ് ഫോർ us. ഓക്കേ. പിന്നെ ദേ ബാക്കിൽ വേറെ മോഡൽ നടക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മുടെ അടുത്ത സ്റ്റാഫ് കം മോഡലാണ്. ഇപ്പൊ സഹാലിനെ കെട്ടിക്കൊണ്ട് ഞാൻ മോഡലിംഗും ചെയ്യിപ്പിക്കും, സ്റ്റാഫ് വർക്കും ചെയ്യിക്കും, എല്ലാം ചെയ്യിപ്പിക്കും. ഓളാണ് സഹാല അടുത്ത മോഡൽ. ഇപ്പൊ ഫസീല സുന്ദരിയാക്കണം എല്ലാരെയും. ഞങ്ങൾക്ക് കണ്ടടച്ച് വിശ്വസിക്കാൻ പറ്റിയ ആളായതുകൊണ്ടാണ് ഫസീലിനെ വിളിച്ചത്. ഇനിയിപ്പോ വെഡിങ് സീസൺസ് ഒക്കെ വരുവാണ്. ഫസീലിനെ വേണമെങ്കിൽ ഷൂട്ടിംഗ് വെച്ചത്. അപ്പൊ നമ്പറൊക്കെ അടിയിൽ കൊടുക്കാം. ഫസീലിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് കൊടുത്തോടാം. ഓക്കെ. എല്ലാരും കള്ളു തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഭയങ്കര സന്തോഷം. നോക്ക് കിടക്കട്ടെ. ലൈറ്റ്സ് ഫ്ലിക്കറിങ് വരുമോ? പ്രശ്നമുണ്ടോ? നന്നായി. മോഡൽ കൊറിയോഗ്രാഫർ എല്ലാരും കിട്ടി. ഫസ്റ്റ് ഷോട്ട് ഓഫ് ദ ഡേ. ഓക്കെ, ഒന്ന് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഇൻട്രസ്റ്റ് കയറി പ്രിയ ഫ്രെയിമിൽ വരുന്നു. ആ പ്രിയടാ സന്തോഷം. 1,00,000 ആളെയാണ്, അല്ലെങ്കിൽ ലണ്ടനിൽ ഫ്ലൈറ്റ് കൊടുത്ത് കൊടുക്കേണ്ടി വന്നു. എല്ലാ ബൊട്ടീക്സും വരുമ്പോ വിളിക്കും കേട്ടാ. ഈ ഡ്രസ്സൊക്കെയാണ് പ്രിയ ബാങ്കോക്ക് ഫാഷനിൽ പ്രിയ ഇട്ടിട്ട് ഒരു ലുക്ക് ഇല്ലാത്തത്. ആര്? അത് കൊള്ളാം. അടിപൊളിയായിട്ടുണ്ട്. ഇന്നലെ വന്നതാ, ശേഷം വിട്ടിട്ടില്ല കുട്ടി. ഇന്നും തിരിച്ച് വർക്കലേ പോവാന്ന്. കേരളത്തിൽ വരുമോ? പ്രിയ ഇവിടെ കടന്ന് മറ്റേ അറിയാത്ത ഹിന്ദിയൊക്കെ ഇട്ടിട്ട് നല്ല പച്ച മലയാളം പറയുന്നത്. പൂജ നോക്കട്ടെ. ആ സൂപ്പർ. പ്രിയയുടെ ഷോട്ട് സൂപ്പർ. ഇതിനൊക്കെ റിസൾട്ട് ആശി ഉണ്ടേ ഉണ്ടല്ലോ. ഫോട്ടോസ് രണ്ടുപേരും ഒരുമിച്ച് എടുത്തല്ലോ അല്ലേ? അപ്പൊ ഒരുമിച്ചുള്ളത് എടുക്കുക. അത് ലൊക്കേഷൻ ഷിഫ്റ്റ് ആക്കി സ്റ്റാർബക്സിനൊക്കെ ഫ്രണ്ട് വരുന്നുണ്ട്. എന്തൊക്കെയാ ചെയ്തത് നോക്കിക്കേ. ഫണ്ടായിരിക്കും കേട്ടോ. റീൽസ് വരുമ്പോ അടിപൊളിയായിരിക്കും തോന്നുന്നു. അപ്പൊ നമ്മുടെ ഫോറിനർ പോണം. അതിന് മുമ്പേ നമ്മൾ മാക്സിമം എടുക്കുവാണ് ഫെലിസിറ്റിയുടെ കൂടെ. ഇത് 2 പേരായിട്ടുള്ള റീലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പ്രിയയോട് വരണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഡ്രസ് ചെയ്യാനും അവരൊക്കെ വരണം. പക്ഷെ പ്രിയക്ക് ഒരു സമാധാനവും ഇല്ല. ആശിഷിന്റെ വിശ്വാസം പോരാന്ന്. ഇവിടുത്തെ ബുട്ടിക്സൊക്കെ പ്രിയനെ വിളിക്കും കേട്ടോ ഡയറക്റ്റ് ചെയ്യാൻ. ഈ ഡ്രസ്സിന് ഓർണമെന്റ്സ് ഒന്നും വേണ്ട. പ്രിയയുടെ ഡിസൈനിങ്ങും സ്റ്റൈലിങ്ങും ആണ്. ഓർണമെന്റ്സ് വേണ്ട. ഓ അപ്പൊ ഇറ്റലി പോകുമ്പോ ഇത് ഇടുവോ ഇനി ഉണ്ടെങ്കിൽ? ഇത് കണ്ട ആർക്കും ഓർണമെന്റ്സ് ഒന്നും ഇല്ല കേട്ടോ ഇത്തവണ. അപ്പൊ പ്രിയ ഒരു മിനിറ്റ്. ഡ്രസ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓർണമെന്റ്സ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലുക്ക് അതിലേക്കായി പോകും. ഓ ഭയങ്കര. അടുത്ത മറ്റേ ഇതാവോ രാജമൗലി? പുലിനെ കറക്കുവോ? പുലിയാ? ഒരു ആന ഇറക്കിയാൽ കൊള്ളാം. ബാഹുബലിയിലെ പോലെ. ടെൻഷൻ. ഫെലിസിറ്റി എത്ര നേരം നിൽക്കും എന്നുള്ളതാണ്. അവർക്ക് പിന്നെ ചൂടൊന്നും കുഴപ്പമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. കറക്റ്റ് നമ്മൾ 7 മണി എന്ന് പറഞ്ഞാൽ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എത്താൻ ഒരു 7:10 ആയി. ആ കുട്ടി ലൈക്ക് നമുക്ക് വെറുതെ ഫ്രീ ആയിട്ട് ചെയ്തു തരുമോ, വെറുതെ ഒരു ഫണ്ണിന് വേണ്ടി. കറക്റ്റ് ടൈമിന് കറക്റ്റ് 7 o'clock ആകുമ്പോൾ ആ കുട്ടി ഇവിടെ എത്തിയിരിക്കുവാണ്. എന്താ അല്ലേ, ഭയങ്കര ഭാഗ്യമായി. ഇപ്പോൾ എനിക്കൊന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ട് അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കണേ. അറ്റ്ലീസ്റ്റ് റീൽസ് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം, അഭിപ്രായം പറയണം. പറഞ്ഞ ഗ്രാൻഡ് എൻട്രി
മോഡൽ ഗ്രാൻഡ് മോഡൽ ഇപ്പോഴാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ എപ്പോ തൊട്ട് വിളിക്കാന്നറിയോ? ഞാൻ വിളിച്ചതല്ല, നിങ്ങളെല്ലാം പറഞ്ഞപ്പോ വരണ്ടാന്ന്. ഇനി മമ്മിയുടെ അവിടെ ലൊക്കേഷൻ ഷിഫ്റ്റ്. ഒരു 10 ലൊക്കേഷൻ ഉണ്ടല്ലോ. സീരിയൽ ഷൂട്ടാണ് പ്രിയത്. സീരിയലല്ല, ഇത് നമ്മുടെ മറ്റേ ഹോളിവുഡ് മൂവി പോലെ. അതുപോലെ അല്ലല്ലോ, ആക്ട്രസ് എവിടുന്നൊക്കെ ബോംബെന്ന് വന്നിട്ടുണ്ട്, ലണ്ടനിൽ നിന്നുണ്ട്, ഇപ്പൊ തൃശ്ശൂരിൽ നിന്നുണ്ട്, എറണാകുളം ഉണ്ട്, എന്ത് ട്രിവാൻഡ്രം ഉണ്ട്. അടിപൊളി. അങ്ങനെ ലൊക്കേഷൻ ചേഞ്ച് ആയിട്ട് നമ്മള് മമ്മി ഡാഡിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. പച്ചപ്പ് വേണമെന്ന് പറഞ്ഞതേ ഉള്ളൂ നമ്മുടെ സിനിമാറ്റോഗ്രാഫേഴ്സ്. അപ്പൊ തന്നെ സ്ഥലം സുഖമായിട്ട് കിട്ടി. എവിടെ നോക്കിയാലും പച്ചപ്പാട്. മേളി തൊട്ട് താഴെ വരെ ഫുൾ പച്ചപ്പാട്. ഇനി വേണോ പച്ചപ്പ്? ധാരാളം അല്ലേ? ഫോട്ടോഗ്രാഫർ, കോസ്റ്റ്യൂമർ, ഉറക്കമില്ലാത്ത ആള്, എല്ലാം കൂടെ നോക്ക്. ഞാനാണ് ഏറ്റവും ഹാർഡ് വർക്കിംഗ് മമ്മി. കണ്ട, ഞങ്ങക്ക് പിന്നെ ഒരു വൃത്തികേട് കാട് പിടിച്ച് കിടക്കുന്ന ഒരു ലൊക്കേഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഓടി വന്നേ. ഡാഡി പക്ഷെ വേറൊരു കാര്യമുണ്ട്. ആ പറ മമ്മി. ലില്ലുവിന് അസുഖമൊന്നുമില്ലല്ലോ, ഭയങ്കര ആരോഗ്യം എനിക്ക്. പ്രിയക്കെന്ന് പറഞ്ഞാൽ അത് കറക്റ്റാ, അതാണ് പ്രശ്നം. നമുക്ക് ശരിയാക്കി എടുക്കണ്ടേ? ആ, അത് അവള് തന്നെ തീരുമാനിക്കണം. അതെ. ഇതെന്താ ഇത്? അങ്ങനെ കറങ്ങണം, തലയുടെ പോലെ പിടിക്കണ്ട. വേണ്ട, ഇതാ കറക്റ്റ്. കറങ്ങി നോക്കട്ടെ. ഓക്കെ, അത് നല്ലതായിരിക്കും. മാസ്ക് ആവുന്നുണ്ടോ ആരെങ്കിലും? അത് വീഡിയോയില് മാസ്ക് ആയി കുഴപ്പമില്ല. ഒരാള് മാസ്ക് ആവുമ്പോ അടുത്ത ആള് ഇന്നാവും. ഓക്കെ. ഷൂട്ട് ഇവിടെ നടന്നെടുത്തുണ്ടല്ലോ. ആ കുട്ടി ഞാൻ വലിയ എളുപ്പപ്പടിയായിരിക്കും ഇത്. കുറച്ച് റീൽ എടുത്തിട്ട് വിടാം. എവിടെ ഓരോ പോസ്, ഓരോ ആംഗിള് കറക്റ്റായി കിട്ടാതെ ആളെ വിടുന്നില്ല. 2 ഫോട്ടോഗ്രാഫേഴ്സ് മറ്റേ മൾട്ടിപ്പിൾ ലിജോ ജോസ് ഒക്കെ ഷൂട്ട് ചെയ്താൽ മൾട്ടിപ്പിൾ ആംഗിളിൽ ചെയ്യുന്നതാണ് ഒരു ഷോട്ടൊക്കെ എടുക്കുന്നത്. എന്നിട്ട് പിന്നെ നോക്കി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ എടുപ്പിക്കും. ദൈവം അടിപൊളിയായി ചെയ്യുന്നുണ്ട് കേട്ടാ. ഓ, പോലെ തന്നെയാ. ഹീൽസ് ഇട്ട് പരിചയമില്ലാന്ന്. രണ്ടുപേരും മാച്ച് ആട്ടാ. ഹീൽസ് ഇടാത്ത ആൾക്കാരാ. പ്രിയ ഫെലിസിറ്റി. ഓക്കെ, ഇത് സൽവാർ ഇടുമ്പോഴും ചേരുന്നുണ്ട് കേട്ടാ. ഡാൻസ് ചെയ്യാൻ പറഞ്ഞാൽ എനിക്കത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. I think so dancing is more easier for you than modeling, no? ആ, മറ്റേത് ആനിമലിന്റെ ബോബി ഡിയോളിന്റെ നമ്മുടെ പോസ് ചെയ്താലേ അത് മറ്റേ ഭയങ്കര ആർട്ടിഫിഷ്യൽ നാടകമായി. അപ്പൊ കാൻഡിഡ് ചെയ്യാന്ന് പറഞ്ഞു ഇവിടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. നോക്കട്ടെ എങ്ങനെ വരുന്നത്. കുഴപ്പം കാണില്ല കേട്ടാ. സോ ലഞ്ച് ബ്രേക്ക് ആയി. നമ്മളെ വിചാരിച്ചു ഇവിടെ അടുത്ത് പനമ്പിളകളുടെ അടുത്ത് തന്നെ ഷൂട്ടിന് സമയമില്ല. നമ്മുടെ ഫസിലേക്ക് 3 മണിയാകുമ്പോൾ പോകണം. അപ്പോൾ നമ്മൾ വിചാരിച്ചു വിൽ ജസ്റ്റ് കം ക്ലോസ് ബൈ ആൻഡ് അടുത്ത് വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരു അരോമ കിച്ചൺ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഫെലിസിറ്റിക്ക് മീൽസ് കഴിക്കണം എന്ന്. അപ്പോൾ അവിടെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. ഫസീലിനെ സമ്മതിക്കണം കേട്ടാ. ആ ഫോറിനർ എന്തൊരു ഗ്ലാമറേ. ഫോറിനർ വിജയ് ചിലപ്പോ ലണ്ടനിൽ നിന്നൊക്കെ കോള് വരും കേട്ടാ. പോവോ? ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് തന്നാ. അതെ, ലണ്ടനിൽ വന്ന് ഞങ്ങക്ക് മേക്കപ്പ് ചെയ്ത് തരണത്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു അല്ലേ? ഹെയറും ആ ലുക്കും എല്ലാം. ഞാൻ സൽവാർ ഇട്ട ഇത്ര നന്നാവെന്ന് വിചാരിച്ചില്ല. ഇനി അതൊക്കെ ഇപ്പൊ രാവിലെ 7 മണിക്ക് വിളിച്ചു വരുത്തിയതാ. സാരിയൊക്കെ കഴിഞ്ഞ് ദൈവം ഇട്ടോളും ഇല്ലേ? കഴിക്കാൻ പറ്റിയ പൈനാപ്പിൾ പച്ചടി മാത്രമേ കാണുള്ളൂ. നമുക്ക് ഒന്നും എരിവല്ല, അത് മധുരമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ബാക്കിയെല്ലാം കുറച്ച് എരിവുണ്ടെന്ന് തോന്നുന്നു. ബട്ടർ ചിക്കൻ വരെ എരിവാണ്. അതെ, ഇനിയിപ്പോ ഈ ബാഗ് വെച്ച് നമുക്ക് പോസ് ചെയ്യിപ്പിക്കണ്ടേ? ഒരു ഹാപ്പി സ്റ്റോറിന്റെ ബാഗ് 6 കൂടെ ഉണ്ട്. 6 കൂടെ ഉള്ളോ? ആ, 6 തന്നെ അങ്ങോട്ട് 9 ഉള്ളായിരുന്നു. അല്ല 100 അല്ലല്ലോ ബാക്കിയിട്ടും. അതെ. അപ്പൊ ഇത് നമ്മള് ഫൈനലായിട്ടൊന്നും കൂടെ പോസ്റ്റ് ചെയ്യാണ്. ഇതിപ്പോ എല്ലാം ഓൺലൈൻ ഓർഡർ ചെയ്യാലോ? ഇതൊക്കെ ഓൺലൈനിൽ കിട്ടും കേട്ടോ. ഒരു ഹാപ്പി സ്റ്റോറിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയാൽ മതി. ഈ കാണുന്ന എല്ലാ ഡ്രസ്സും ചിലപ്പോൾ കിട്ടില്ലായിരിക്കും, പക്ഷെ നിങ്ങൾ സ്റ്റോറിലേക്ക് വരും. എന്തൊക്കെ ടൈപ്പ് ഡ്രസ് ഉണ്ടെന്ന് കാണിക്കാനാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ റീൽസ് ഒക്കെ കാണിക്കുന്നത്. മാത്രമല്ല ഓൺലൈനില് നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ ഉടനെ ചിലപ്പോൾ റിപ്ലൈ കിട്ടിയെന്ന് വരില്ല. എന്താ വെച്ചാൽ കുറേ എൻക്വയറീസ് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഓരോരുത്തരും എല്ലാവർക്കും റിപ്ലൈ എന്തായാലും തരും. റിപ്ലൈ കിട്ടും. മാക്സിമം നേരത്തെ തന്നെ തരാനും നോക്കാം. അല്ലെങ്കിൽ എന്താ എനിക്ക് റിപ്ലൈ കിട്ടിയില്ലല്ലോ എന്ന് പറയാം. അതെ, എന്തായാലും നമ്മൾ റിപ്ലൈ ചെയ്യാം. എല്ലാവർക്കും ടൈം എടുക്കും, പക്ഷെ റിപ്ലൈ എന്തായാലും കിട്ടും. ഒരു കുട്ടിയുള്ള സഹാല മാത്രമേ ഉള്ളൂ ഓൺലൈൻ നോക്കാനായിട്ട്. ഫസീല പോകുന്ന പ്രിയ മേക്കപ്പ് ഇല്ലാതെ റീൽസ് ചെയ്യാൻ പോകുന്നത്. അതാണ് കോൺഫിഡൻസ്. അതാണ് എന്തിനാണ് എനിക്ക് മേക്കപ്പ്.
എന്തിനാ? മറ്റേ നിവിൻ പോളിനോട് ശ്രിന്ദ ചോദിക്കുന്ന പോലെ മേക്കപ്പ് കുറച്ച് കൂടിപ്പോയ ചേട്ടാന്ന്. പൊന്നും കൊടുത്തിന് എന്തിനാ പൊട്ട് അല്ലേ സാല അങ്ങനൊക്കെ തലയാട്ടും. നാലിക്ക് പോവാറായി, അതാണ് അടുത്ത വർക്ക് ഉണ്ട്. പ്രിയാണോ കോസ്റ്റ്യൂം സെലക്ഷൻ ഒക്കെ ചെയ്ത, ഡിസൈനിങ് ഒക്കെ നല്ല സ്റ്റൈൽ ചെയ്ത? അല്ല, പാന്റ് കണ്ടിട്ട് ചോദിച്ചതാ. സൽവാറിന്റെ പാന്റ്. കറണ്ട് പോയതുകൊണ്ട് തേക്കാൻ പറ്റിയില്ല. ആ പാന്റ് ഇപ്പൊ വരും. ആ അപ്പൊ അതിനുള്ള ക്ലോസ് അപ്പ് ഒക്കെ എടുക്കാനായിട്ട്. എന്ത് വേണം ഇതിനാണ് മറ്റേ ഇതിന് പറയുന്നത്, മറ്റേ സിനിമയില് ആർട്ടിന്റെ ഒക്കെ പോകുന്നവര് കണ്ടിന്യൂറ്റി ചീറ്റ് ഷോട്ട് ഒക്കെ ചെയ്യുന്നത്. പാന്റ് ആ നന്നായി. ആശി ബിഹൈൻഡ് സീൻസ് സൂപ്പർ ആക്കണം കേട്ടാ. ഡയറക്ഷൻ പറഞ്ഞാൽ പാടാണ്. ചെരുപ്പ് കാണിക്കണം, മൂക്കുത്തി കാണിക്കണം, കമ്മല് കാണിക്കണം. ഞങ്ങളുടെ കഴിവിന് ഒരു പരിമിതി ഉണ്ട്, അത് മനസ്സിലാക്കൂ. ഇതൊക്കെ എല്ലാം കാണിക്കണം. ബാഗ് എല്ലാം ഇവിടെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഇനി അത് കാണിക്കണ്ട. വേണമെങ്കിൽ ജ്യോതിസിന്റെ ക്ലോസ് ഒക്കെ എടുത്തേക്കാം. നിങ്ങള് പോയി ബെസ്റ്റ് റീൽ എടുത്തോണ്ട് വരാം. ഇപ്പൊ പ്രിയയുടെ ഇന്റർഫിയറൻസ് ഇല്ലാതെ നോക്കിയാ ഞാനും മേരിയാണ് കൂടെ പൊളിക്കുന്നത്. നോക്കിക്കോ, ബെസ്റ്റ് റീലായിരിക്കും. പ്രിയയുടെ ഷൂസ് പ്രിയ ഇട്ടില്ലെങ്കിലും ഇനോഗ്രേഷൻ ചെയ്യുന്നത് പൂജയാണ്. നൗ ഇറ്റ്സ് ഗുഡ്. അല്ലെങ്കിൽ ആരും ഇടാതെ അവിടെ ഇരുന്ന് അങ്ങനെ ദ്രവിച്ചു പോയത്. അറ്റ്ലീസ്റ്റ് ഇങ്ങനെയെങ്കിലും പ്രയോജനം വന്നു. എന്റെ ആണെങ്കിൽ അത് സോള് തയ്യാറായി. നമ്മൾ ഒരേ ടൈമില് വാങ്ങിയതാ. ഇത് ബാങ്കോക്ക് ഫാഷന്റെ ആടാ. അമ്പോ സ്റ്റൈലായിട്ടുണ്ട്. ഇത് ഫുൾ ഏത് ബാങ്ക് ഒഴിച്ച്, ബാങ്ക് മറ്റേ സയാലിയുടെ. ഓക്കെ, പ്രിൻസിനാണ് താങ്ക് യു പറയണ്ടേ. പ്രിൻസിന്റെ മോഡല് അല്ല, നമ്മുടെ ഫോറിനറെ വളച്ചെടുത്ത ആരാ? അല്ല പിന്നെ എന്നെയാ വെറുതെ ഡിവോഴ്സിലേക്ക് കൊണ്ടുപോലെ. ജോ ആണ്. ജോ പോയി കൊച്ചു ഭർത്താവിനൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ ക്യാൻവാസ് ചെയ്തത്. അപ്പൊ നിങ്ങൾ രണ്ടുപേരുമാണ് ഇന്നത്തെ ഫോട്ടോഷൂട്ടിന്റെ ആൾക്കാര്. ഇത് നമ്മള് ഡ്രസ് സെലക്ഷൻ ഒന്നും നമ്മളല്ലാട്ടാ, മേരിയാൻ തന്നെ സെലക്ട് ചെയ്തതാണ്. കുഴപ്പമില്ല, നന്നായി ചേരുന്നുണ്ട്. കുഞ്ഞിനങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലാണ് നമ്മുടെ ഷൂട്ട്. പോണോ? കഴിക്കാൻ വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ചായ വെക്കണമെന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ. ഇത് നമ്മുടെ മറിയ ചേച്ചിയാണ്. പണ്ട് തൊട്ടേ മമ്മിയുടെ വീട്ടിലൊക്കെ ഉള്ളതാണ്. അപ്പൊ നമ്മളിവിടെ നമ്മുടെ സ്റ്റാഫായിട്ട് വെച്ചിരിക്കുകയാണ് മറിയ ചേച്ചീനെ. കഴിഞ്ഞ അടിപൊളിയായിരുന്നോ? വാ. പ്രിയ ടയർഡായി ഫുൾ മാറി, ഫുൾ ഡയറക്ഷൻ ഞാൻ ഏറ്റെടുത്തിരിക്കുവാണ്. അതുകൊണ്ട് ഇനി റീൽസ് ഒക്കെ അടിപൊളിയായിരിക്കും അല്ലേ ആശേ? ഇനിയായിരിക്കും അടിപൊളി. ബാങ്കോക്ക് ഫാഷന്റെ ഡ്രസ് ഇട്ടാണ് ചെയ്തത്. പ്രിയയുടെ കിടില ഷൂസും ഉണ്ട്. ഞങ്ങള് തകർക്കുവാണ് കേട്ടോ. അമ്മോ, ഇത് ആള് മാറിപ്പോയല്ലോ. പക്ഷെ ഇത് അവിടെ ഷൂട്ട് ചെയ്താൽ ശരിയാവില്ല. ഡ്രസ് അന്ന് വേറെ വൈബായി പോയല്ലോ ഡ്രസ്. ഇനി മാക്സിമം സ്പീഡ് ആക്കാൻ പോവാണ്. ഇപ്പൊ 5:15 6 മണിയാകുമ്പോഴേക്കും നമുക്ക് തീരും. മേരിയാന്റെ ഇനി 2 എണ്ണം കൂടി ഉണ്ട്. ബാക്കി പിന്നെ ഇൻഡോർ ഒക്കെ ആയിരിക്കും. ഓക്കെ, നോക്കട്ടെ എങ്ങനെ വരുന്നത്. മേരിയാന്റെ സൽവാസൊക്കെ നന്നായി ചെയ്യുന്നുണ്ട് കേട്ടോ, അടിപൊളിയാവുന്നുണ്ട്. നമ്മുടെ റീലേക്ക് അത് സൂപ്പർ ആയിരിക്കും, ഉറപ്പാണ്. പൂജയുടെ ഫൈനലാണ്. എല്ലാവരും രാവിലെ 7 മണിക്ക് വന്നതാണ്. സമയം 5:30. ആ ലഞ്ച് ബ്രേക്ക് അല്ലാതെ ആരും ബ്രേക്ക് എടുത്തിട്ടില്ല. ഹാർഡ് വർക്കിംഗ് പീപ്പിളാണ് മൊത്തം. നിങ്ങളെയാണ് സമ്മതിക്കണ്ടേ. ഇവർക്ക് പിന്നെ ഡ്രസ് ചേഞ്ച് ചെയ്യുമ്പോൾ ടൈം കിട്ടാറുണ്ട്. ഇവർ കണ്ടിന്യൂസ് നിന്ന് ഷൂട്ട് ചെയ്യുവാണ് രണ്ടുപേരും. നീ മാഡത്തിന്റെ റീൽ എപ്പോഴാ? എന്തിന്? ഞങ്ങളാണല്ലോ മൊത്തം പണിയെടുക്കുന്ന ഇപ്പൊ. എന്ത് കഴിഞ്ഞു? സ്റ്റൈലിംഗ് മാത്രം പോരല്ലോ, ഡയറക്ഷൻ. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ, റീൽസിന്റെ ക്രെഡിറ്റ് മൊത്തം നിഹാൽ പിള്ള എടുക്കും കേട്ടല്ലോ. ഡയറക്ഷൻ, സിനിമറ്റോഗ്രാഫി ഒക്കെ ഞങ്ങൾ തന്നെയാ. പിന്നെ ഞാനാണ്, എല്ലാവർക്കും അറിയാം ഇത് കാണുമ്പോ ഞാനാന്ന്. ഇപ്പൊ കഴിയും. എന്നിട്ട് അകത്തെ സാരിയുടെ ഷൂട്ട് എടുക്കാം. അത് കഴിഞ്ഞിട്ട് യുവർ റീൽ, മറ്റേ നമ്മുടെ എപ്പിക് സാധനം കഴിഞ്ഞു. താങ്ക് യു പൂജ, താങ്ക് യു സോ മച്ച്. മേരിയൻ ഞങ്ങളുടെ സൂപ്പർ ആയിരുന്നു. ഒരു സാധനം മാത്രം 50 ഷോട്ട് പോയി. എങ്ങനെയാന്ന് ഒന്ന് കൈ മടക്കിയിരുന്ന്, കൈ മടക്കിക്ക്. എങ്ങനെയാ കൈ ഫോൾഡ് ചെയ്യുന്നത്? ഫോൾഡ് ഹാൻഡ്സ് അല്ലേ?
മേരിയാൻ ഒരു 50 തവണ ചെയ്തിട്ട് ശരിയായിട്ടില്ല. മേരിയാൻ ഫോൾഡ് ചെയ്ത് ഇപ്പൊ കാണിച്ചു തരാം. അതാ മേരിയാൻ ഫോൾഡ് ചെയ്ത് എങ്ങനെയാ ഞാൻ കാണിച്ചു തരാം. പിടിക്ക്. ബാക്കി എല്ലാം ഓക്കെ ആയിരുന്നേ. അപ്പൊ ഞാൻ പറഞ്ഞു മേരിയാൻ ഫോൾഡ് ആൻസർ പോസ് ചെയ്യാൻ. മേരിയാൻ ഇത് തന്നെ 50 തവണ ഞങ്ങളൊരു മേരിയാൻ ഫോൾഡ് ചെയ്യും. അത് പറ്റില്ല. അതൊരു ഹൃദയത്തിലാണ് ഫോൾഡ് ചെയ്യുന്നത്. ഈ കമ്മൽ എവിടുന്ന ഇതിന്റെ ഭയങ്കര മാച്ച് ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ആയിട്ടുണ്ട്. ഓ ഡിസൈനർ സ്റ്റൈലിസ്റ്റ്, സോറി ഡിസൈനർ എന്ന് പറയാൻ പറ്റില്ലല്ലോ കേട്ടോ. ഇത് ഫുൾ ഒരു ഹാപ്പി സ്റ്റോറിന്റെ ആണ് കേട്ടോ. കയ്യിലുള്ള വളയാ അവിടുന്ന് കെട്ടിനാട് മധുര ക്ലോസിങ് കാണിക്കണായിരുന്നു. ദേവുന് നല്ല എക്സ്ട്രാ വർക്ക് ഉണ്ട് കേട്ടോ. കുഴപ്പമില്ലല്ലോ, അത് മതി. അടിപൊളിയായിട്ടുണ്ട്. എൻജോയിങ് ടൈം. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോൾ വരണം. താങ്ക് യു. അപ്പൊ ഇത് നമ്മുടെ ഫൈനൽ സാരിയാണ്. അത് കഴിഞ്ഞിട്ട് കഫ്താനുണ്ട്. നിങ്ങൾ ക്ഷീണിച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഞാൻ പവർ മറ്റേ പ്രോട്ടീൻ ബാറൊക്കെ വാങ്ങിത്തരാം. റെഡി അല്ലേ? തുടങ്ങാം. ഫൈനലി ഇറങ്ങുവാണ് അല്ലേ? മറ്റേ ക്ലോസിങ് മറ്റേ ഷോ സ്റ്റോപ്പർ എന്നൊക്കെ പറഞ്ഞല്ലേ. ആ, പ്രിയയുടെ എളുപ്പമാണ്. പ്രിയയുടെ പണി ഇരിക്കുന്നത് എഡിറ്ററിനാണ്. 7 ഡ്രസ്സ് മാറണം, അത് മാത്രമേ പ്രിയയുടെ പണി. ഓക്കെ, തുടങ്ങാം. ബാ. ഇത് കോസ്റ്റ്യൂം ഡിസൈനർ ബാക്കി നടക്കുന്നുണ്ട്. തൊപ്പി വേറെ ഡ്രസ്സിനാടാ, ഇതിനല്ല. ഇത് ഉറപ്പ് ഡയറക്റ്റ് ചെയ്യ്. കറക്റ്റ് ആണോന്ന് നോക്ക്. എല്ലാ വീഡിയോയിലും ഈ 7 ഡ്രസ് ഇട്ടും 4 സ്റ്റെപ്പാണ് എടുക്കേണ്ടത്. കറക്റ്റ് മാർക്കൊക്കെ വെച്ചിട്ടുണ്ട്. റീൽ അടിപൊളിയാണെങ്കിൽ ഞങ്ങൾ പറയുന്ന പോലെ കേട്ട അടിപൊളിയാവും. വേദു ഇടയ്ക്ക് കറക്റ്റ് ഇൻസ്ട്രക്ഷനും കൊടുക്കും അല്ല വേദു? ആ, തൊപ്പിയൊക്കെ പിടിച്ചോട്ടാ, നമുക്ക് കറക്റ്റ് ടൈമിൽ കൊടുക്കണം. എന്റെ കണ്ണാടി എടുത്തോണ്ട് കൊള്ളാം, ഔട്ട്ഫിറ്റും കൊള്ളാം കേട്ടാ. കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാ. ഇത് പക്ഷെ ബാങ്കോക്ക് ഫാഷന്റെ. ഓക്കെ, ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇപ്പൊ കണ്ടു, ഇപ്പോഴാണ് കാണുന്നത്. ഇതൊക്കെ ഡ്രസ് മാറണം. ഒരു ഡ്രസ് 1 സെക്കൻഡ്. ഏത് ഔട്ട്ഫിറ്റ് നമ്പർ 3 അല്ലേ ആയിട്ടുള്ളൂ? ആ, സ്പീഡാക്ക്, നമുക്കൊക്കെ വീട്ടിൽ പോണം. ആ വേദു എന്താ? കോസ്റ്റ്യൂം നമ്പർ 4 ആയിട്ടുള്ളൂ. അത് അത്രയും സമയം എടുത്ത് ഡ്രസ് ചെയ്യുന്നോണ്ടാന്ന് തോന്നുന്നത് ഇത്ര 5 ആയത്. ഇത് ഡ്രസ് ചെയ്യാൻ അരമണിക്കൂർ, റീൽ എടുക്കാൻ 1 സെക്കൻഡ്. ആദ്യമായിട്ട് ഞാൻ പ്രിയനോട് എപ്പോഴേ പറയുന്നത് ഇതൊക്കെ ഇട്ട് നടക്ക് ബാങ്കോക്ക് ഫാഷനിൽ അത് ഇതെന്നൊക്കെ. എവിടെ ഇപ്പോഴാണ് ഇടാൻ തോന്നിയത്. ഇങ്ങനെ ഒരു റീൽ എടുക്കുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട്. വെരി നൈസ്. അത് എന്റെ തൊപ്പിയും ആ പുതിയ ഷൂസും. അങ്ങനെ ഇനോഗ്രേഷൻ, പ്രിയ ഇട്ടിട്ടുള്ള ഇനോഗ്രേഷൻ ഇപ്പൊ നടന്നു. കൊള്ളാം. കണ്ണാടിയിലൊന്നും നോക്കണ്ട, സൂപ്പർ ആയിട്ടുണ്ട്. സൂപ്പറാ. ബാ, കൊള്ളാം. ആറ്റിറ്റ്യൂഡ് കണ്ട എന്റെ അമ്മോ. ഫൈനൽ. വേദു എന്താ കാണിക്കുന്നത്? അടിപൊളിയായിട്ടുണ്ട്. ബാഗ്, തൊപ്പി, ഷൂസ്, ഡ്രസ്. ആളും കൂടെ അടിപൊളിയായിരുന്നെങ്കിൽ. എല്ലാം അടിപൊളിയായി തോന്നുന്നു അല്ലേ? ഓക്കെ, ഡൺ. കോൺസെപ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ 99% ഓഫ് ദ ടൈം പ്രിയ ഡ്രസ് ചെയ്യുന്നതും ആ 1% ഓഫ് ടൈം ഡ്രസ് ചെയ്യുന്നതാണ് കോൺസെപ്റ്റ്. അപ്പൊ ശരിക്കും ഇങ്ങനെയാണ് പ്രിയ ഒരു അലവലാതീതം പോലെയാണ് ഡ്രസ് ചെയ്യുന്നത് 99% ഓഫ് ദ ടൈം. ആ 1% ഓഫ് ടൈം നന്നായി ഡ്രസ് ചെയ്യുന്നതാണ് നിങ്ങൾ ബാക്കിയുള്ള 6 ഡ്രസ്സ് കണ്ടത്. ഓക്കെ ഗൈസ്, സോ ഒരു അടിപൊളി ദിവസമായിരുന്നു. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒരുപാട് റീൽസും ഷൂട്ടും ചെയ്യാൻ പറ്റി. നമ്മുടെ മോഡൽസ് ഒക്കെ സഹകരണം കൊണ്ടാണ് ഇത് ചെയ്യാൻ പറ്റിയത്. എല്ലാവരും നമ്മുടെ ഇവിടെ കട്ടയ്ക്ക് നിന്നു. ആൻഡ് എനിക്ക് നമ്മുടെ താല്പര്യമുള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ പ്രൊഫൈൽ മെസ്സേജ്. ആൻഡ് ഞങ്ങൾക്ക് ആക്ച്വലി ഇനി അടുത്ത തവണ ഇങ്ങനത്തെ ഒരു റീലും വ്ളോഗും ചെയ്യുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇവിടെ ചെയ്യണമെന്നുണ്ട്. സോ നിങ്ങൾക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എങ്ങനത്തെ ബോഡി ടൈപ്പ്, എനിത്തിങ്, കോംപ്ലക്ഷൻ, ബോഡി ടൈപ്പ്, യുവർ ഏജ്, നത്തിങ് മാറ്റേഴ്സ്. ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാൻ ഇതുപോലെ താല്പര്യം ഉണ്ടെങ്കിൽ, എറണാകുളത്ത് വരാൻ പറ്റുമെങ്കിൽ, ക്യാമറ ഫേസ് ചെയ്യാൻ റെഡി ആണെങ്കിൽ
കോൺഫിഡൻ്റ് ആണെങ്കിൽ പ്ലീസ് ഡു കം. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഇതുപോലത്തെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നമ്മുടെ മോഡൽസ് നിൽക്കുമ്പോൾ അടിപൊളിയല്ലേ. അപ്പോൾ അങ്ങനത്തെവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ കാണുന്ന അടിയിലത്തെ വാട്സാപ്പ് നമ്പർ നമ്മുടെ ഓഫീസ് നമ്പറാണ്. നിങ്ങളുടെ ഫോട്ടോസും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതും ഒന്ന് പറഞ്ഞ് വാട്സാപ്പ് ചെയ്യാം. നമുക്ക് അടിപൊളിയായിട്ടൊരു ഇതുപോലെ വ്ളോഗും റീലൊക്കെ ചെയ്യാം. ആൻഡ് ഫോറിനർ ഇത് ഏറ്റവും വലിയ പാഠം എന്താ അറിയോ, ഡോണ്ട് ബി ഷൈ ടു ആസ്ക്. റിജക്ഷൻ മൈറ്റ് ബി ഓക്കെ, നമുക്ക് ചിലപ്പോൾ റിജക്ഷൻ വരും, പക്ഷെ നമ്മൾ ആ കുട്ടീനോട് ചോദിച്ചുകൊണ്ടല്ലേ, ആ ഫോറിനർ കുട്ടീനോട് ചോദിച്ചുകൊണ്ടല്ലേ നമുക്ക് ഇങ്ങനെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആ റീൽസ് ഒരു ഹാപ്പി സ്റ്റോറിൻ്റെ പേജിൽ പോയി കാണുക, അടിപൊളി റീൽസ് ആയിരിക്കും, അത് ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഒരു ഹാപ്പി സ്റ്റോർ നിങ്ങളൊന്ന് പോയി ഫോളോ ചെയ്യുക. സോ ഹോപ്പ്ഫുള്ളി ഗൈസ് എൻജോയ് ടുഡേസ് വ്ളോഗ് ആൻഡ് വൺസ് അഗൈൻ വി വെൽക്കം എവ്രി വൺ ടു ഒരു ഹാപ്പി സ്റ്റോർ. എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് കുറേ അടിപൊളി കളക്ഷൻസ് ഒക്കെ ഇനിയും വരുന്നതായിരിക്കും. അടുത്ത വ്ളോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.